Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. Once upon a time, പണ്ടൊരിക്കൽ ഇൻ എ സ്മോൾ ആൻഡ് ക്വയറ്റ് ടൗൺ, ക്വയറ്റ് എന്നാൽ ശാന്തമായ, ഒരു ചെറിയ ശാന്തമായ പട്ടണത്തിൽ ദർ ലിവ്ഡ്, അവിടെ ജീവിച്ചിരുന്നു എ മാൻ, ഒരു പുരുഷൻ, നെയ്മഡ് മാർക്ക്. നെയ്മഡ് എന്നാൽ പേരുള്ള. പണ്ടൊരിക്കൽ ഒരു ശാന്തമായ ഒരു ചെറിയ പട്ടണത്തിൽ മാർക്ക് എന്നു പേരുള്ള ഒരു പുരുഷൻ ജീവിച്ചിരുന്നു. മാർക്ക് വാസ് നോൺ ബൈ എവ്രി വൺ. മാർക്ക് വാസ് നോൺ, മാർക്ക് അറിയപ്പെട്ടിരുന്നു, ബൈ എവ്രി വൺ, എല്ലാവരാലും മാർക്ക് അറിയപ്പെട്ടിരുന്നു. അതായത് എല്ലാവരും മാർക്കിനെ അറിയുമായിരുന്നു. ആസ് എ ഗുഡ് മാൻ, ഒരു നല്ല വ്യക്തിയായിട്ടാണ് എല്ലാവരും അദ്ദേഹത്തെ അറിയുന്നത്. ഹി വാസ് പൊളൈറ്റ്. പൊളൈറ്റ് എന്നാൽ മര്യാദയുള്ള. അദ്ദേഹം മര്യാദയുള്ളവനായിരുന്നു. കാം, ശാന്തമായ സ്വഭാവക്കാരനായിരുന്നു. ആൻഡ് ഓൾവേസ് റെഡി, അദ്ദേഹം എപ്പോഴും തയ്യാറായിരുന്നു. ടു ഹെൽപ്പ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കാൻ അദ്ദേഹം എപ്പോഴും തയ്യാറായിരുന്നു. ഹി വർക്ക്ഡ്, അദ്ദേഹം ജോലി ചെയ്തിരുന്നു. ആസ് എ വുഡ് വർക്കർ. വുഡ് വർക്കർ എന്നാൽ ആശാരിപ്പണിക്കാരൻ എന്നുള്ള അർത്ഥം, മരപ്പണിക്കാരൻ. അദ്ദേഹം ഒരു മരപ്പണിക്കാരനായി ജോലി ചെയ്തിരുന്നു. മേക്കിംഗ് ഡോർസ്, അദ്ദേഹം വാതിലുകൾ നിർമ്മിക്കുമായിരുന്നു. ടേബിൾസ്, ടേബിളുകൾ നിർമ്മിക്കുമായിരുന്നു, മേശകൾ നിർമ്മിക്കുമായിരുന്നു. ആൻഡ് സ്മോൾ ഫേർണിച്ചർ ഫോർ ദ പീപ്പിൾ ഇൻ ദ ടൗൺ, ചെറിയ ഫർണിച്ചർ ഉപകരണങ്ങളും അദ്ദേഹം ജനങ്ങൾക്ക് നിർമ്മിച്ചു നൽകുമായിരുന്നു. ഈ പറഞ്ഞ വാതിലുകൾ, ചെറിയ ഫർണിച്ചറുകൾ, മേശകൾ, ഇതൊക്കെ അദ്ദേഹം നിർമ്മിക്കുമായിരുന്നു. ബിക്കോസ് ഓഫ് ഹിസ് വർക്ക്, അദ്ദേഹത്തിൻ്റെ ജോലി കാരണം. ആൻഡ് ഹിസ് കൈൻഡ് നേച്ചർ, അദ്ദേഹത്തിൻ്റെ ദയയുള്ള പ്രകൃതം. കൈൻഡ് നേച്ചർ എന്നാൽ ദയാലുത്വമുള്ള പ്രകൃതം. ആ പ്രകൃതം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ജോലി കൊണ്ടും മെനി പീപ്പിൾ, ഒരുപാട് ആളുകൾ, ട്രസ്റ്റഡ് ഹിം, അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി കൊണ്ടും അദ്ദേഹത്തിൻ്റെ ദയാലുത്വമുള്ള സ്വഭാവം കൊണ്ടും ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നു. മാർക്ക് ലിവ്ഡ് എ സിമ്പിൾ ലൈഫ്, അദ്ദേഹം ലളിതമായി ജീവിച്ചു. ബട്ട് എന്നാൽ ഹി ക്യാരിഡ് എ സീക്രട്ട് ഇൻസൈഡ് ഹിസ് ഹാർട്ട്. ക്യാരിഡ് എന്നാൽ ഇവിടെ അർത്ഥം സൂക്ഷിച്ചിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഇൻസൈഡ് ഹിസ് ഹാർട്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ളിൽ. അദ്ദേഹം ലളിതമായ ജീവിതം നയിച്ചു, പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു രഹസ്യം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. എ സീക്രട്ട്, ഒരു രഹസ്യം. നോ വൺ ന്യൂ, അത് ആർക്കും അറിയുകയില്ലായിരുന്നു. നോ വൺ ന്യൂ എന്നാൽ ഒരാൾക്കും അറിയുകയില്ലായിരുന്നു. മെനി ഇയേഴ്സ് എഗോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. മാർക്ക് മാരീഡ്, മാർക്ക് വിവാഹം കഴിച്ചിരുന്നു. എ വുമൺ, ഒരു സ്ത്രീയെ. നെയ്മഡ് എമ, എമ എന്നു പേരുള്ള ഒരു സ്ത്രീയെ അദ്ദേഹം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിച്ചിരുന്നു. എമ വാസ് ജെൻറ്റിൽ ആൻഡ് വാം. ജെൻറ്റിൽ എന്നാൽ ശാന്തമായ എന്നുള്ള അർത്ഥമാണ്, സൗമ്യതയുള്ള. വാം എന്നാൽ സ്നേഹമുള്ള. അവൾ ശാന്ത സ്വഭാവമുള്ളവളും സ്നേഹമുള്ളവളും ആയിരുന്നു. ഷീ സ്പോക്ക്, അവൾ സംസാരിച്ചിരുന്നത് സോഫ്റ്റ്ലി ആൻഡ് കെയർഡ് ഡീപ്ലി എബൌട്ട് ഹെർ ഫാമിലി. കെയർഡ് ഡീപ്ലി എബൌട്ട് എന്നുള്ള അർത്ഥം വളരെ ആഴത്തിൽ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഹെർ ഫാമിലി എന്നാൽ അവളുടെ കുടുംബത്തെ. അവൾ സൗമ്യമായി സംസാരിക്കുമായിരുന്നു. കുടുംബത്തെ അവൾ അതിയായ സ്നേഹത്തോടെയും കരുതലോടെയും പരിപാലിച്ചിരുന്നു. മാർക്ക് ആൻഡ് എമ ലിവ്ഡ്, മാർക്കും എമയും ജീവിച്ചിരുന്നത് ഇൻ എ സ്മോൾ ഹൗസ്, ഒരു ചെറിയ വീട്ടിലായിരുന്നു. നിയർ ദ എഡ്ജ് ഓഫ് ദ ടൗൺ. എഡ്ജ് എന്നാൽ അരികിൽ, അതിർത്തിക്കടുത്ത്, ഇതൊക്കെയാണ് അർത്ഥം. ദി എഡ്ജ് ഓഫ് ദ ടൗൺ, പട്ടണത്തിൻ്റെ അരികിൽ. നിയർ എന്നാൽ അടുത്ത്. മാർക്കും എമയും പട്ടണത്തിൻ്റെ അരികിലുള്ള ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഇറ്റ് വാസ് നോട്ട് എ ബിഗ് ഹൗസ്, അതൊരു വലിയ വീടായിരുന്നില്ല. ബട്ട് എന്നാൽ ഇറ്റ് വാസ് ക്ലീൻ ആൻഡ് ഫുൾ ഓഫ് ലവ്, എന്നാൽ ആ വീട് വൃത്തിയുള്ളതും സ്നേഹം നിറഞ്ഞതുമായിരുന്നു. ദേ ഹാഡ്, അവർക്ക് ഉണ്ടായിരുന്നു. 2 ചിൽഡ്രൻ, 2 കുട്ടികൾ. ടുഗദർ എന്നാൽ ഒരുമിച്ച്. ഇവിടെ ടുഗദർ എന്നതിന് ദാമ്പത്യ ജീവിതത്തിൽ എന്നുള്ള അർത്ഥമാണ്. അവർക്ക് 2 പേർക്കും ഒരുമിച്ച്. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് 2 മക്കളുണ്ടായിരുന്നു. യെസ് സൺ, ഒരു മകൻ. നെയ്മഡ് ബെൻ, ബെൻ എന്നു പേരുള്ള ഒരു മകൻ. ആൻഡ് എ ഡോട്ടർ നെയ്മഡ് ലൂസി, ലൂസി എന്നു പേരുള്ള ഒരു മകളും ബെൻ എന്നു പേരുള്ള ഒരു മകനുമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. എമ ബിലീവ്ഡ് ഹെർ ലൈഫ് വാസ് ഹാപ്പി, എമ തൻ്റെ ജീവിതം സന്തോഷപൂർണ്ണമാണെന്ന് കരുതിയിരുന്നു. മാർക്ക് വർക്ക്ഡ് ഡ്യൂറിങ് ദ ഡേ, ഡ്യൂറിങ് ദ ഡേ എന്നാൽ പകൽ സമയത്ത്.
പകൽ സമയത്ത് മാർക്ക് ജോലി ചെയ്തു. കെയിം ഹോം ഇൻ ദി ഈവനിങ്, വൈകുന്നേരം വീട്ടിലേക്ക് വരുമായിരുന്നു. അദ്ദേഹം പകൽ ജോലി ചെയ്യുമായിരുന്നു. ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് ദ ചിൽഡ്രൻ, അദ്ദേഹം വൈകുന്നേരം വീട്ടിൽ വന്ന് കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കുമായിരുന്നു. സ്പെൻഡ് എന്നാൽ ചിലവഴിക്കുമായിരുന്നു. എമ ട്രസ്റ്റഡ് ഹിം കംപ്ലീറ്റ്ലി, കംപ്ലീറ്റ്ലി എന്നാൽ പൂർണ്ണമായും എമ അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നു. ഷീ നെവർ തോട്ട്, അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ഹി കുഡ് ലൈ ടു ഹെർ, ലൈ എന്നാൽ കളവ് പറയുക. അദ്ദേഹത്തിന് അവളോട് കളവ് പറയാൻ സാധിക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. സം ഇയേഴ്സ് ലേറ്റർ, കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മാർക്ക് കണ്ടുമുട്ടി അനദർ വുമൺ, മറ്റൊരു സ്ത്രീയെ, നെയ്മഡ് നീന എന്ന പേരുള്ള മറ്റൊരു സ്ത്രീയെ മാർക്ക് കണ്ടുമുട്ടി. നീന വാസ് ഡിഫറെൻറ്റ് ഫ്രം എമ, നീന എമയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഷി വാസ് സ്ട്രോങ്, കോൺഫിഡൻറ്റ് ആൻഡ് വർക്ക്ഡ് ആസ് എ സ്കൂൾ ടീച്ചർ. കോൺഫിഡൻ്റ് എന്നാൽ ആത്മവിശ്വാസമുള്ള, സ്ട്രോങ് എന്നാൽ കരുത്തുള്ള. അവൾ ശക്തമായ വ്യക്തിത്വവും ആത്മവിശ്വാസവുമുള്ള സ്ത്രീയായിരുന്നു. അവൾ ഒരു സ്കൂൾ അധ്യാപികയായി ജോലി ചെയ്തിരുന്നു. മാർക്ക് അവളെ കണ്ടുമുട്ടി. അതിനിടയിൽ ഫിക്സ് എന്നാൽ ശരിയാക്കുക എന്നുള്ള അർത്ഥം. വൈൽ ഫിക്സിംഗ് ബ്രോക്കൺ ചെയേഴ്സ്, കേടുപാട് സംഭവിച്ച കസേരകൾ നന്നാക്കുന്നതിനിടയിൽ, ശരിപ്പെടുത്തുന്നതിനിടയിൽ മാർക്ക് അവളെ കണ്ടുമുട്ടി. അറ്റ് ദ സ്കൂളിലെ കസേരകൾ ശരിപ്പെടുത്തുന്നതിനിടയിലാണ് മാർക്ക് അദ്ദേഹത്തെ കണ്ടുമുട്ടിയത്. അറ്റ് ഫസ്റ്റ്, ആദ്യത്തിൽ, ദേ ടോക്ഡ്, അവർ സംസാരിച്ചു. ഓൺലി ആസ് ഫ്രണ്ട്സ്, വെറും സുഹൃത്തുക്കൾ എന്ന നിലയിൽ മാത്രമായിരുന്നു ആദ്യത്തിൽ അവർ സംസാരിച്ചിരുന്നത്. സ്ലോലി, സാവധാനം, ദയർ ഫ്രണ്ട്ഷിപ്പ് ബിക്കെയിം ക്ലോസർ, അവരുടെ സൗഹൃദം കൂടുതൽ ദൃഢമായതായി. ബിക്കെയിം എന്നാൽ ആയിത്തീർന്നു. മാർക്ക് നെവർ ടോൾഡ്, മാർക്ക് ഒരിക്കലും പറഞ്ഞിരുന്നില്ല. മാർക്ക് നെവർ ടോൾഡ് നിന, മാർക്ക് ഒരിക്കലും നിനയോട് പറഞ്ഞിരുന്നില്ല. ദാറ്റ് ഹി വാസ് ഓൾറെഡി മാരീഡ്, അദ്ദേഹം നിലവിൽ തന്നെ വിവാഹിതനാണ് എന്നുള്ള കാര്യം മാർക്ക് ഒരിക്കലും നിനയോട് പറഞ്ഞിരുന്നില്ല. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞിരുന്നത്, ഹി ലിവ്ഡ് അലോൺ ആൻഡ് ഹാഡ് നോ ഫാമിലി, അദ്ദേഹം ജീവിക്കുന്നത് തനിച്ചാണ്. അലോൺ എന്നാൽ തനിച്ച്, അദ്ദേഹം ജീവിക്കുന്നത് തനിച്ചാണ്. അദ്ദേഹത്തിന് ബന്ധുക്കൾ ആരുമില്ല, അദ്ദേഹത്തിന് കുടുംബമില്ല എന്നായിരുന്നു അദ്ദേഹം നിനയോട് പറഞ്ഞിരുന്നത്. ആഫ്റ്റർ സം ടൈം, കുറച്ച് കാലങ്ങൾക്ക് ശേഷം, മാർക്ക് ആവശ്യപ്പെട്ടു. നിനയോട് ആവശ്യപ്പെട്ടു. മാർക്ക് നിനയോട് ആവശ്യപ്പെട്ടു. ടു മാരി ഹിം, അദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഷീ അഗ്രീഡ്, അവൾ സമ്മതിച്ചു. ബിലീവിങ് ഷീ വാസ് ഹിസ് ഓൺലി വൈഫ്, വിശ്വസിച്ചുകൊണ്ട്, ഷീ വാസ് ഹിസ് ഓൺലി വൈഫ്, അവൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൾ സമ്മതിച്ചു. ദേ മാരീഡ് ക്വയറ്റ്ലി, അവർ വലിയ ആഘോഷമോ പ്രചാരണമോ ഇല്ലാതെ വിവാഹിതരായി. ക്വയറ്റ്ലി എന്നാൽ ഇവിടെ വലിയ ആഘോഷമോ പ്രചാരണമോ ഇല്ലാതെ എന്നുള്ള അർത്ഥമാണ്. നീന ലിവ്ഡ്, നീന ജീവിച്ചിരുന്നത് ഇൻ അനദർ പാർട്ട് ഓഫ് ദ ടൗൺ, പട്ടണത്തിൻ്റെ മറ്റൊരു ഭാഗത്തായിരുന്നു നീന ജീവിച്ചിരുന്നത്. അനദർ എന്നാൽ മറ്റൊരു. ഇൻ എ ലാർജർ ഹൗസ് നിയർ ദ സ്കൂൾ, ലാർജർ ഹൗസ് എന്നാൽ ലാർജർ ഹൗസ്, കൂടുതൽ വലിയ വീട് എന്നുള്ള അർത്ഥമാണ്. നിയർ എന്നാൽ അടുത്ത്. അവൾ സ്കൂളിനടുത്തുള്ള ഒരു വലിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഷീ ഹാഡ് നോ ഐഡിയ, അവൾക്ക് അറിയുകയില്ലായിരുന്നു. എബൌട്ട് എമ ഓർ ദ ചിൽഡ്രൻ, ഐഡിയ എന്നുള്ള ഇവിടെ അർത്ഥം അറിവ് എന്നുള്ള അർത്ഥമാണ്. എമയെക്കുറിച്ചോ എമയുടെ കുട്ടികളെക്കുറിച്ചോ അവൾക്ക് അറിയുകയില്ലായിരുന്നു, അവൾക്ക് യാതൊന്നും അറിയുകയില്ലായിരുന്നു. മാർക്ക് നൗ ലിവ്ഡ് 2 lives, മാർക്ക് ഇപ്പോൾ ഇരട്ട ജീവിതം നയിക്കുകയായിരുന്നു. 2 ജീവിതം അദ്ദേഹം നയിക്കുകയായിരുന്നു. ഓൺ വീക്ക് ഡേയ്സ്, തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ, ഹി സ്റ്റേഡ്, അദ്ദേഹം താമസിച്ചിരുന്നത് വിത്ത് എമ ആൻഡ് ദ ചിൽഡ്രൻ, എമയുടെയും കുട്ടികളുടെയും കൂടെയായിരുന്നു അദ്ദേഹം വെള്ളിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞിരുന്നത്. ഓൺ വീക്കെൻഡ്സ്, വാരാന്ത്യങ്ങളിൽ, ശനിയാഴ്ചയും ഞായറാഴ്ചയും, ഹി സ്റ്റേഡ് വിത്ത് നീന, അദ്ദേഹം നീനയുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. വെൻ വൺ വുമൺ ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, ഒരു സ്ത്രീ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത്, മാർക്ക് ഓൾവേസ് ഹാഡ് എൻ എക്സ്ക്യൂസ് എന്നാൽ ഒഴിവ് കഴിവ്. ഒരു സ്ത്രീ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എപ്പോഴും ഒഴിവ് കഴിവുകൾ ഉണ്ടായിരുന്നു.
ഓൾവേസ് ഹാഡ് എന്നാൽ എപ്പോഴും ഉണ്ടായിരുന്നു. എൻ എക്സ്ക്യൂസ് ഒരു ഒഴിവ് കഴിവ്, ഒരു കാരണം പറയൽ. ഐ ഹാവ് എക്സ്ട്രാ വർക്ക് എനിക്ക് കൂടുതൽ ജോലികളുണ്ടായിരുന്നു. ഐ മസ്റ്റ് ട്രാവൽ ഫോർ എ ജോബ് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ യാത്ര ചെയ്യണം. ഐ മസ്റ്റ് ട്രാവൽ എന്നാൽ ഞാൻ തീർച്ചയായും യാത്ര ചെയ്യണം, നിർബന്ധമായും യാത്ര ചെയ്യണം. ഫോർ എ ജോബ് ജോലിക്ക് വേണ്ടി. എ ഫ്രണ്ട് നീഡ്സ് ഹെൽപ്പ് ഒരു സുഹൃത്തിന് സഹായം വേണം. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അദ്ദേഹം പറയുമായിരുന്നു. ഓരോ സ്ത്രീ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒഴിവ് കഴിവുകൾ മാർക്ക് പറയുമായിരുന്നു. ബോത്ത് വിമൻ രണ്ട് സ്ത്രീകളും ട്രസ്റ്റഡ് ഹിം അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നു. രണ്ട് സ്ത്രീകളും അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നു. ബോത്ത് എന്നാൽ രണ്ടും. ഫോർ എ ലോങ് ടൈം ഒരുപാട് കാലത്തോളം. മാർക്ക് ബിലീവ്ഡ് മാർക്ക് വിശ്വസിച്ചിരുന്നത്. ഹീ കുഡ് കീപ്പ് അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ കഴിഞ്ഞേക്കും. ദിസ് സീക്രട്ട് ഈ രഹസ്യം ഫോർ എവർ എന്നേക്കും അദ്ദേഹത്തിന് ഈ രഹസ്യം സൂക്ഷിക്കാൻ സാധിച്ചേക്കുമെന്നായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ആസ് ദി ഇയേഴ്സ് പാസ്ഡ് കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ. തിങ്സ് ബിഗാൻ ടു ചേഞ്ച് കാര്യങ്ങൾ മാറി മറിയാൻ തുടങ്ങി. ബിഗാൻ എന്നാൽ തുടങ്ങി. എമ നോട്ടീസ്ഡ് എമ ശ്രദ്ധിച്ചു. ദാറ്റ് മാർക്ക് വാസ് ഓഫൺ അവേ ഓൺ വീക്കെൻഡ്സ് വാരാന്ത്യങ്ങളിൽ മാർക്ക് അകലെയാണ്. മാർക്ക് വീട്ടിൽ ഉണ്ടാകാറില്ല. ഈ കാര്യം എമ ശ്രദ്ധിച്ചു. ഓഫൺ എന്നാൽ പലപ്പോഴും, ഇടയ്ക്കിടെ, ഇതൊക്കെയാണ് അർത്ഥം. നിന നോട്ടീസ്ഡ് നിന ശ്രദ്ധിച്ചു. ദാറ്റ് മാർക്ക് വാസ് നെവർ ഫ്രീ ഡ്യൂറിങ് ദ വീക്ക് മാർക്ക് ഒരിക്കലും ഫ്രീ ആകാറില്ല തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ. ഇത് നിന ശ്രദ്ധിച്ചു. ദേ ബോത്ത് ഫെൽറ്റ് അവർ രണ്ടു പേർക്കും തോന്നി. സംതിങ് എന്തോന്ന് തോന്നി. സംതിങ് വാസ് സ്ട്രേഞ്ച് വിചിത്രമായ അസാധാരണമായ എന്തോ ഒന്ന് അവർ രണ്ടു പേർക്കും തോന്നി. ബട്ട് പക്ഷേ നീദർ ഓഫ് ദം ന്യൂ ദ ട്രൂത്ത് ട്രൂത്ത് എന്നാൽ സത്യം. നീദർ എന്നാൽ രണ്ടു പേർക്കുമില്ല എന്നുള്ള അർത്ഥമാണ് ഇവിടെ. രണ്ടിൽ ഒന്നുമല്ല, അതായത് രണ്ടു പേർക്കും അറിയുകയില്ല എന്നുള്ള അർത്ഥമാണ്. എമക്കും അറിയുകയില്ല, നിനക്കും അറിയുകയില്ല. ബട്ട് നീദർ ഓഫ് ദം ന്യൂ ദ ട്രൂത്ത് അവർ രണ്ടു പേർക്കും സത്യം മനസ്സിലായില്ല. പക്ഷെ രണ്ടു പേർക്കും സത്യം മനസ്സിലായില്ല, സത്യം അറിഞ്ഞിരുന്നില്ല. ബട്ട് നീദർ ഓഫ് ദം ന്യൂ ദ ട്രൂത്ത്. മാർക്സ് ചിൽഡ്രൻ ഓൾസോ ഗ്രൂ ഓൾഡർ മാർക്കിൻ്റെ കുട്ടികൾക്കും പ്രായപൂർത്തിയായി. ഗ്രൂ ഓൾഡർ എന്നാൽ മുതിർന്ന എന്നുള്ള അർത്ഥം. അവർ മുതിർന്നവരായി. ദേ ആസ്ക്ഡ് അവർ ചോദിച്ചു. മോർ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദ്യങ്ങൾ. എബൌട്ട് ദെയർ ഫാദേഴ്സ് വർക്ക് ആൻഡ് ട്രാവൽസ് അച്ഛൻ്റെ ജോലിയെക്കുറിച്ചും അച്ഛൻ്റെ യാത്രകളെക്കുറിച്ചും അവർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു. ദയർ ഫാദേഴ്സ് എന്നാൽ അവരുടെ അച്ഛൻ്റെ, വർക്ക് ആൻഡ് ട്രാവൽസ് ജോലിയും യാത്രകളും, ക്വസ്റ്റ്യൻസ് എന്നാൽ ചോദ്യങ്ങൾ. സ്റ്റിൽ എന്നിട്ടും. ദ സീക്രട്ട് റിമെയിൻഡ് ഹിഡൻ ഹിഡൻ എന്നാൽ മറയ്ക്കപ്പെട്ട എന്നുള്ള അർത്ഥമാണ്. സ്റ്റിൽ ദ സീക്രട്ട് റിമെയിൻ ഹിഡൻ എന്നിട്ടും രഹസ്യം രഹസ്യമായി തന്നെ തുടർന്നു, അത് പുറത്തിറങ്ങില്ല. ഹിഡൻ എന്നാൽ മറയ്ക്കപ്പെട്ട. വൺ ഡേ ഒരു ദിവസം. മാർക്ക് ലെഫ്റ്റ് മാർക്ക് പോയി. മാർക്ക് ലെഫ്റ്റ് ടൗൺ മാർക്ക് പട്ടണം വിട്ടു പോയി. ഫോർ വാട്ട് ഹീ കോൾഡ് എ ലോങ് ജോബ് ഒരു ദിവസം ദീർഘകാല ജോലിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പട്ടണം വിട്ടുപോയി. വാട്ട് ഹീ കോൾഡ് എന്നാൽ അദ്ദേഹം പറഞ്ഞുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ലോങ് ജോബ് എന്നാൽ നീണ്ട ജോലി. വൈൽ ഹി വാസ് അവേ അദ്ദേഹം ദൂരെയായിരുന്ന സമയത്ത്. എമ ഹേർഡ് എമ കേട്ടു. ഫ്രം എ നെയ്ബർ ഒരു അയൽവാസിയുടെ അടുക്കൽ നിന്നും എമ കേട്ടു. എബൌട്ട് എ സ്കൂൾ ഇവൻറ്റ് അറ്റ് നിനാസ് ഹൗസ് എ സ്കൂൾ ഇവൻറ്റ് എന്നാൽ ഒരു സ്കൂൾ പരിപാടി. ഇവൻറ്റ് എന്നാൽ പരിപാടി. നിനയുടെ വീട്ടിൽ നടന്ന ഒരു സ്കൂൾ പരിപാടിയെക്കുറിച്ച് എമ ഒരു അയൽവാസിയിൽ നിന്നും അറിഞ്ഞു. ദ നെയ്ബർ സെഡ് അയൽവാസി പറഞ്ഞു. മാർക്ക് ഓഫൺ ഹെൽപ്ഡ് ദ ടീച്ചർ ഹൂ ലിവ്ഡ് ദർ അവിടെ താമസിക്കുന്ന ഒരു അധ്യാപികയെ മാർക്ക് പലപ്പോഴും സഹായിക്കാറുണ്ടെന്ന് അയൽവാസി പറഞ്ഞു. എമ ഫെൽറ്റ് ക്യൂരിയസ് എമയ്ക്ക് ജിജ്ഞാസ തോന്നി. ക്യൂരിയസ് എന്നാൽ ജിജ്ഞാസ. ഫെൽറ്റ് എന്നാൽ തോന്നി. ക്യൂരിയസ് ആൻഡ് അനീസി അനീസി എന്നാൽ അസ്വസ്ഥമായ എന്നുള്ള അർത്ഥമാണ്, സമാധാനമില്ലാത്ത. എമയ്ക്ക് വിഷമവും ജിജ്ഞാസയും തോന്നി. ഷീ ഡിസൈഡഡ് ടു വിസിറ്റ് അവൾ സന്ദർശിക്കാൻ തീരുമാനിച്ചു. എമ സന്ദർശിക്കാൻ തീരുമാനിച്ചു.
ഷീ ടോൾഡ് ഹർ ചിൽഡ്രൻ. അവൾ അവളുടെ കുട്ടികളോട് പറഞ്ഞു. ഷീ വാസ് ഗോയിങ് ടു സീ എ ഫ്രണ്ട് ആൻഡ് വോക്ക്ഡ് ടു ദ ഹൗസ് നിയർ ദ സ്കൂൾ. ഒരു സുഹൃത്തിനെ കാണാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എമ സ്കൂളിനടുത്തുള്ള വീട്ടിലേക്ക് നടന്നുപോയി. നിനയുടെ വീട്ടിലേക്ക് നടന്നുപോയി. വെൻ ദ ഡോർ ഓപ്പൺഡ്, വാതിൽ തുറന്ന സമയത്ത് ടു ലൈവ്സ് മെറ്റ്. ഇവിടെ ടു ലൈവ്സ് എന്നതിന് രണ്ട് കുടുംബങ്ങൾ എന്നുള്ള അർത്ഥമാണ്. അതായത് നിനയും എമയും തമ്മിൽ കണ്ടുമുട്ടി എന്നുള്ള അർത്ഥമാണ്. ഇവർ രണ്ടുപേരും കണ്ടുമുട്ടി വാതിൽ തുറന്ന സമയത്ത്. നിന ഓപ്പൺ ദ ഡോർ, നിന വാതിൽ തുറന്നു. ദ ടു വിമൻ, രണ്ട് സ്ത്രീകളും ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ഇൻ സൈലൻസ്. ഈച്ച് അതർ എന്നാൽ പരസ്പരം. മൗനത്തോടെ ആ രണ്ട് സ്ത്രീകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എമ സ്പോക്ക് ഫസ്റ്റ്, എമ ആദ്യം സംസാരിച്ചു. ഹലോ, മൈ നെയിംസ് എമ, എൻ്റെ പേര് എമ എന്നാണ്. ഐ നോ മാർക്ക്, എനിക്ക് മാർക്കിനെ അറിയാം. ഐ കെയിം ടു സേ ഹലോ. ഇവിടെ സേ ഹലോ എന്നതിന് അഭിവാദ്യം പറയാൻ എന്നുള്ള അർത്ഥം, ഒന്ന് കാണാൻ, ഇതൊക്കെയാണ് അർത്ഥം. ഞാൻ ഒന്ന് കാണാനും വിശേഷം ചോദിക്കാനും വന്നതാണ്. ഐ കെയിം ടു സേ ഹലോ. നിന സ്മൈൽഡ് പൊളൈറ്റ്ലി. പൊളൈറ്റ്ലി എന്നാൽ മാന്യമായി. മാന്യമായി നിന പുഞ്ചിരിച്ചു, മര്യാദയോടുകൂടെ പുഞ്ചിരിച്ചു. ആം നിന, ഞാൻ നിനയാണ്. ആം മാർക്സ് വൈഫ്, ഞാൻ മാർക്കിൻ്റെ ഭാര്യയാണ്. എമ ഫെൽറ്റ് ഹെർ ഹാർട്ട് സ്റ്റോപ്പ്. എമയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ അവൾക്ക് തോന്നി. അതായത് എമ ഞെട്ടിപ്പോയി എന്നുള്ള അർത്ഥമാണ്. യുവർ വൈഫ്, നീ ഭാര്യയാണ്, നീ മാർക്കിൻ്റെ ഭാര്യയാണ്. ഷീ ആസ്ക്ഡ് ക്വയറ്റ്ലി. എമ നിശബ്ദമായിക്കൊണ്ട് ചോദിച്ചു, നീ ഭാര്യയാണോ? യെസ്, അതെ. നിന സെഡ്, നിന പറഞ്ഞു. വി ഹാവ് ബീൻ മാരീഡ് ഫോർ ഇയേഴ്സ്, വർഷങ്ങളോളമായി ഞങ്ങൾ വിവാഹിതരാണ്. എമാസ് ഹാൻഡ്, എമയുടെ കൈകൾ ബിഗാൻ ടു ഷെയ്ക്ക്, എമയുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ആം ഹിസ് വൈഫ് ടു, ഞാനും അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. വി ഹാവ് ടു ചിൽഡ്രൻ, ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. നിന ടേൺ പെയിൽ, നിന വിളറിപ്പോയി. പെയിൽ എന്നാൽ വിളറിയ. സ്ലോലി, സാവധാനം. ദേ ബിഗാൻ ടു ടോക്ക്, അവർ സംസാരിക്കാൻ തുടങ്ങി. ദേ ഷെയർഡ് ഡീറ്റെയിൽസ്, അവർ വിശദാംശങ്ങൾ പങ്കുവച്ചു. ഹിസ് ഹാബിറ്റ്സ്, അദ്ദേഹത്തിൻ്റെ ശീലങ്ങൾ. ഹിസ് വേർഡ്സ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഹിസ് പ്രോമിസസ്, അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ. എവറിത്തിങ് മാച്ച്ഡ്, എല്ലാ കാര്യങ്ങളും ഒത്തുപോയി. അതായത് അദ്ദേഹം എമയോട് പറഞ്ഞിട്ടുള്ളതും നിനയോട് പറഞ്ഞിട്ടുള്ളതും ഒരുപോലുള്ള വാക്കുകളും വാഗ്ദാനങ്ങളുമാണ്. ദർ വാസ് നോ ഡൗട്ട്, സംശയമില്ലായിരുന്നു. ദ ടു വിമൻ, ആ 2 സ്ത്രീകളും സാറ്റ് ടുഗദർ, ഒരുമിച്ചിരുന്നു. ഫോർ എ ലോങ് ടൈം, ഒരുപാട് സമയത്തോളം ആ 2 സ്ത്രീകളും ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. ദേ ക്രൈഡ്, അവർ കരഞ്ഞു. ദേ ഫെൽറ്റ് ആംഗ്രി, അവർക്ക് ദേഷ്യം തോന്നി. സാഡ്, ദുഃഖം തോന്നി. ആൻഡ് ഫൂളിഷ്, അവർക്ക് ബുദ്ധിശൂന്യതയും ദുഃഖവും ദേഷ്യവും തോന്നി. അവർ ഒരുപാട് നേരത്തോളം അവർ 2 പേരും ഇരുന്ന് കരഞ്ഞു. ദേ റിയലൈസ്ഡ്, അവർക്ക് ബോധ്യമായി. മാർക്ക് ഹാഡ് ലൈഡ് ടു ബോത്ത് ഓഫ് ദം, അവർ 2 പേരോടും മാർക്ക് കളവ് പറഞ്ഞതായിരുന്നു എന്ന് അവർക്ക് ബോധ്യമായി. അറ്റ് ലാസ്റ്റ്, അവസാനം. എമ സ്റ്റുഡ് അപ്പ്, എമ എഴുന്നേറ്റു. വി മസ്റ്റ് ടോക്ക് ടു ഹിം ടുഗദർ, ടുഗദർ എന്നാൽ ഒരുമിച്ച്. വി മസ്റ്റ് ടോക്ക്, നമ്മൾ സംസാരിക്കണം. ടു ഹിം, അദ്ദേഹത്തോട്. ടുഗദർ, ഒരുമിച്ച്. നമ്മൾ 2 പേരും ഒരുമിച്ച് അദ്ദേഹത്തോട് സംസാരിക്കണം, തീർച്ചയായും സംസാരിക്കണം. വി മസ്റ്റ് ടോക്ക്, നമ്മൾ തീർച്ചയായും സംസാരിക്കണം. നിന നോഡഡ്, നിന തലകുലുക്കി. ഹെർ ഐസ് ഫുൾ ഓഫ് ടീയേഴ്സ്, അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ദാറ്റ് ഈവനിങ്, അന്ന് വൈകുന്നേരം. മാർക്ക് റിട്ടേൺഡ് ഹോം, മാർക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നു. വെൻ ഹി എൻറ്റേർഡ് ദ റൂം, അദ്ദേഹം റൂമിലേക്ക് കടന്ന സമയത്ത്. ഹി ഫ്രോസ്, അദ്ദേഹം മരവിച്ചു പോയി. എമ ആൻഡ് നിന were സ്റ്റാൻഡിങ് സൈഡ് ബൈ സൈഡ്. സൈഡ് ബൈ സൈഡ് എന്നാൽ അടുത്തടുത്ത് എന്നുള്ള അർത്ഥമാണ്, തൊട്ടു ചേർന്ന് കൊണ്ട്. എമയും നീനയും തോളോട് തോൾ ചേർന്ന് നിൽക്കുകയായിരുന്നു. 2 പേരും പരസ്പരം അരികെ നിൽക്കുകയായിരുന്നു. വി നോ എവറിത്തിങ്, ഞങ്ങൾക്ക് എല്ലാം അറിയാം. എമ സെഡ് കാംലി, ശാന്തതയോടെ എമ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാം അറിയാം. മാർക്ക് ട്രൈഡ് ടു സ്പീക്ക്, മാർക്ക് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഹിസ് വോയിസ് ഫെയിൽഡ്,
പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദം പുറത്തു വന്നില്ല. മാർക്ക് സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ശബ്ദം പുറത്തു വന്നില്ല. യു ലൈഡ് ടു അസ്. നീ ഞങ്ങളോട് കളവ് പറഞ്ഞു. നിന സെഡ് സോഫ്റ്റ്ലി. സൗമ്യതയോടെ നിന പറഞ്ഞു. നീ ഞങ്ങളോട് കളവ് പറഞ്ഞു. യു ബ്രോക്ക് അവർ ട്രസ്റ്റ്. നമ്മുടെ വിശ്വാസത്തെ നീ തകർത്തു. മാർക്ക് ലോവേർഡ് ഹിസ് ഹെഡ്. ലോവേർഡ് എന്നാൽ താഴ്ത്തി എന്നുള്ള അർത്ഥമാണ്. മാർക്ക് അദ്ദേഹത്തിൻ്റെ തല താഴ്ത്തി. ഐ തോട്ട്. ഞാൻ കരുതി. ഐ ലവ്ഡ് യു ബോത്ത്. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ കരുതി. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. ബട്ട് എന്നാൽ ലവ് വിത്തൗട്ട് ട്രൂത്ത് ഈസ് നോട്ട് ലവ്. പക്ഷേ സത്യസന്ധതയില്ലാത്ത സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല. എമ റിപ്ലൈഡ്. എമ മറുപടി പറഞ്ഞു. ദാറ്റ് നൈറ്റ്. അന്ന് രാത്രി. ബോത്ത് വിമൻ. രണ്ട് സ്ത്രീകളും ലെഫ്റ്റ്. അന്ന് രാത്രി രണ്ട് സ്ത്രീകളും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. ദേ കുഡ് നോട്ട്. അവർക്ക് സാധിച്ചില്ല. ഫോർഗിവ് ഹിം. ഫോർഗിവ് എന്നാൽ മാപ്പ് കൊടുക്കുക. അവർക്ക് അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാൻ സാധിച്ചില്ല. ദേ കുഡ് നോട്ട് ഫോർഗിവ് ഹിം. മാർക്ക് സ്റ്റേഡ് അലോൺ ഇൻ ദ ഹൗസ്. അലോൺ എന്നാൽ തനിച്ച്. മാർക്ക് വീട്ടിൽ തനിച്ചിരുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായി. ദർ വേർ നോ ലൈസ് ടു ഹൈഡ് ബിഹൈൻഡ്. ഹൈഡ് എന്നാൽ ഒളിപ്പിക്കുക. ബിഹൈൻഡ് എന്നാൽ പിറകിൽ. ലൈസ് എന്നാൽ കളവുകൾ. ദർ വേർ നോ എന്നാൽ ഇല്ലായിരുന്നു. സത്യം മറച്ചു വെക്കാൻ ഒരു കള്ളവും ശേഷിച്ചിരുന്നില്ല. ടു ഹൈഡ് ബിഹൈൻഡ് എന്നാൽ ഒളിപ്പിച്ചു വയ്ക്കാൻ, മറച്ചു വയ്ക്കാൻ. ഹൈഡ് ബിഹൈൻഡ് ലൈസ്. ഇവിടെ അർത്ഥം കള്ളങ്ങൾ പറഞ്ഞ് സത്യം മറച്ചു വെക്കുക എന്നുള്ള അർത്ഥമാണ്. ഇനി സത്യങ്ങളൊന്നും മറച്ചു വെക്കാൻ, കള്ളങ്ങളൊന്നും ബാക്കിയില്ലായിരുന്നു. ദർ വേർ നോ ലൈസ് ടു ഹൈഡ് ബിഹൈൻഡ്. ഹി അണ്ടർസ്റ്റുഡ്. അദ്ദേഹത്തിന് മനസ്സിലായി. ഹി അണ്ടർസ്റ്റുഡ് ടു ലേറ്റ് ദാറ്റ് എ ലൈഫ് ബിൽറ്റ് ഓൺ ലൈസ് ഓൾവേസ് ഫോൾസ് അപ്പാർട്ട്. ടു ലേറ്റ് എന്നാൽ വളരെ വൈകി. എ ലൈഫ് ബിൽറ്റ് ഓൺ ലൈസ്. കള്ളങ്ങളുടെ മേൽ പണിത ജീവിതം എന്നുള്ള അർത്ഥമാണ്. കള്ളങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ജീവിതം, അതാണ് എ ലൈഫ് ബിൽറ്റ് ഓൺ ലൈസ്. ലൈസ് എന്നാൽ കളവുകൾ. ഓൾവേസ് എന്നാൽ എപ്പോഴും. ബിൽറ്റ് എന്നാൽ നിർമ്മിച്ച, പണിത. ഫോൾസ് അപ്പോർട്ട് എന്നാൽ തകർന്നു പോകുക എന്നുള്ള അർത്ഥമാണ്. ചിതറിപ്പോകുക, തകർന്നു വീഴുക. കള്ളങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് പണിത ജീവിതം ഒരിക്കലെങ്കിലും തകർന്നു വീഴുമെന്ന കാര്യം അദ്ദേഹം തിരിച്ചറിയാൻ വളരെ വൈകിപ്പോയിരുന്നു. കള്ളങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ജീവിതം ഒടുവിൽ തകർന്നു പോകുമെന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞപ്പോൾ അത് തിരുത്താൻ വളരെ വൈകിപ്പോയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മാർക്ക് ലോസ്റ്റ്. മാർക്കിന് നഷ്ടമായി എവറിത്തിങ് ഹി ട്രൈഡ് ടു കീപ്പ്. അദ്ദേഹം സംരക്ഷിക്കാനോ നിലനിർത്താനോ ശ്രമിച്ച എല്ലാ കാര്യങ്ങളും അവസാനം അദ്ദേഹത്തിന് നഷ്ടമായി. മാർക്ക് ലോസ്റ്റ് എന്നാൽ മാർക്കിന് നഷ്ടമായി. ഹി ട്രൈഡ് ടു കീപ്പ് എന്നാൽ അദ്ദേഹം സൂക്ഷിക്കാൻ ശ്രമിച്ച, അദ്ദേഹം നിലനിർത്താൻ ശ്രമിച്ച. എവറിത്തിങ് എന്നാൽ എല്ലാം. ആൻഡ് ഹി ലേൺഡ്. അദ്ദേഹം പഠിച്ചു എ പെയിൻഫുൾ ട്രൂത്ത്. പെയിൻഫുൾ എന്നാൽ വേദനാജനകമായ, ട്രൂത്ത് എന്നാൽ സത്യം. അദ്ദേഹം ഒരു വേദനാജനകമായ സത്യം മനസ്സിലാക്കി. ലവ് നീഡ്സ് ഓണസ്റ്റി. ഇവിടെ എച്ച് സൈലൻ്റ് ആയിരിക്കും. ഓണസ്റ്റി എന്ന് വായിക്കണം. ഓണസ്റ്റി എന്നാൽ കളങ്കമില്ലാത്ത സത്യസന്ധത. സ്നേഹത്തിന് സത്യസന്ധത അനിവാര്യമാണ്. സ്നേഹം നിലനിൽക്കണമെങ്കിൽ സത്യസന്ധത അനിവാര്യമാണ്. ലവ് നീഡ്സ് ഓണസ്റ്റി. വിത്തൗട്ട് ട്രൂത്ത്. സത്യസന്ധതയില്ലാതെ ലവ് കനോട്ട് സർവൈവ്. സത്യസന്ധതയില്ലാതെ സ്നേഹത്തിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല. വിത്തൗട്ട് എന്നാൽ ഇല്ലാതെ, ട്രൂത്ത് എന്നാൽ സത്യസന്ധത, ലവ് സ്നേഹം, കനോട്ട് എന്നാൽ സാധിക്കുകയില്ല, സർവൈവ് എന്നാൽ അതിജീവിക്കുക, മറികടക്കുക, അവശേഷിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. സത്യസന്ധതയില്ലെങ്കിൽ യഥാർത്ഥ സ്നേഹം ദീർഘകാലം നിലനിൽക്കുകയില്ല.